അതേ ഫ്രണ്ട്സ്, ഇപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ് നമ്മൾ ഇവിടെ കാണുന്ന ഈ ഒരു പോസ്റ്റർ. അതായത് ഇനി യൂട്യൂബിൽ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാശ് കിട്ടില്ല, യൂട്യൂബിന്റെ പുതിയ മോണിറ്റൈസേഷൻ പോളിസി വന്നിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന്റെ സത്യാവസ്ഥ എന്താണ്, എങ്ങനെ വീഡിയോ ഇടുന്നവർക്കാണ് കാശ് കിട്ടാത്തത്, അതുപോലെ തന്നെ നമ്മൾ എങ്ങനെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടുന്നുള്ള ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, അധികം പറഞ്ഞ സമയം കളയാനില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. കമോൺ. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞത് സത്യമാണ്. ജൂലൈ 15 തൊട്ട് നമ്മുടെ യൂട്യൂബിന്റെ പുതിയ മോണിറ്റൈസേഷൻ പോളിസി വരാൻ വേണ്ടി പോവുകയാണ്. ഇതിൽ പറഞ്ഞത് പ്രകാരം ഇനി യൂട്യൂബിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കാശ് കിട്ടില്ല. കാശ് കിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ആയിട്ടുള്ള നല്ല റിയൽ ആയിട്ടുള്ള OG കണ്ടന്റ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടും. കിട്ടാണ്ടിരിക്കേണ്ട എങ്ങനെയുള്ളവർക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് അല്ലെങ്കിൽ ഓഡിയോസ് വെച്ച് വീഡിയോ ചെയ്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് യൂട്യൂബ് മോണിറ്റൈസേഷൻ തരില്ല. കാരണം ഇപ്പോൾ ഒരുപാട് പേര് വീഡിയോസും ഓഡിയോസും വെച്ച് യൂട്യൂബ് ചാനലുകൾ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് റവന്യൂ കൊടുക്കാണ്ടിരിക്കാനുള്ള യൂട്യൂബിന്റെ ഒരു പ്ലാൻ ആണ് ഇത്. അതായത് ഇനി മുതൽ ഓഡിയോസും വീഡിയോസും വെച്ച് നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് ₹1 പോലും കിട്ടില്ല. ഇത് കൂടാണ്ട് രണ്ടാമതായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ്, ഒരുപാട് പേര് റിയാക്ഷൻ വീഡിയോ ആണെന്ന് പറഞ്ഞിട്ട് ഫേസ് ഒന്നും കാണിക്കാണ്ട് ജസ്റ്റ് റിയാക്ട് ചെയ്യുന്ന വീഡിയോ മാത്രം കാണിച്ചിട്ട് വീഡിയോസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്കും ഇനി മോണിറ്റൈസേഷൻ കിട്ടില്ല ഈ ഒരു പുതിയ പോളിസി പ്രകാരം. ഇനി ഇതൊന്നും കൂടാണ്ട് ട്രെയിലറുകളും അതുപോലെ തന്നെ മൂവി ക്ലിപ്സുകളും വെച്ചിട്ട് ഒരുപാട് പേര് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അവർക്കും യൂട്യൂബിൽ നിന്നും പുതിയ പോളിസി പ്രകാരം മോണിറ്റൈസേഷൻ കിട്ടില്ല. ഇത് കൂടാതെ സ്റ്റോക്ക് ഓഡിയോസും വീഡിയോസും വേറെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ട് വോയിസ് ഓവർ ഒക്കെ കൊടുത്ത് വീഡിയോ ചെയ്യുന്നവരുണ്ട്. അവർക്കും മോണിറ്റൈസേഷൻ കിട്ടില്ല. പിന്നെ ഒരുപാട് പേര് സെയിം ടെംപ്ലേറ്റ്, ഒരു സെയിം കണ്ടന്റ് തന്നെ വെച്ച് ഒരുപാട് വീഡിയോസ് ചാനലുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ സെയിം ടെംപ്ലേറ്റും കണ്ടന്റും വെച്ചിട്ട്. അങ്ങനെയുള്ളവർക്കും ഇനി യൂട്യൂബ് മോണിറ്റൈസേഷൻ കൊടുക്കില്ല. ഈ വരുന്ന ജൂലൈ 15 മുതലാണ് ഈ ഒരു പോളിസി യൂട്യൂബിൽ വരാൻ വേണ്ടി പോകുന്നത്. പിന്നെ വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മുമ്പ് എപ്പോഴെങ്കിലും ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ഏതെങ്കിലും വീഡിയോ നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ മോണിറ്റൈസേഷൻ പോവും. ഇത് ജൂലൈ 15 കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് മാത്രമല്ല ബാധകം. അതിന് മുമ്പ് നിങ്ങൾ ഇതുപോലത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ വീഡിയോന്റെ മോണിറ്റൈസേഷൻ പോവും. ഇത് കൂടാതെ ഇനി മുതൽ യൂട്യൂബ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ വീഡിയോ മാത്രമായിരിക്കില്ല അനലൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ യൂട്യൂബ് ചാനൽ ഫുള്ളി അനലൈസ് ചെയ്യും. എന്നിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് പണി തരും ഫ്രണ്ട്സ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് മൊത്തത്തിൽ പൊടി തട്ടി എടുക്കാൻ നോക്കിയാണ് യൂട്യൂബ്. ഇനി മുതൽ നമ്മൾ യൂട്യൂബിൽ ഒറിജിനൽ കണ്ടന്റ് ഇട്ടാൽ മാത്രമേ അതിന് മോണിറ്റൈസേഷൻ കിട്ടുള്ളൂ. ഇത് എന്തിനാ യൂട്യൂബ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി കണ്ടന്റ് ചെയ്യുന്ന ക്രിയേറ്റേഴ്സിനെ പുഷ് ചെയ്യാൻ, അവർക്ക് വീണ്ടും ചെയ്യണമെന്ന് തോന്നിക്കാൻ, അടിപൊളിയായിട്ടുള്ള കണ്ടന്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് ഇങ്ങനെ പുതിയൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ ഫ്രണ്ട്സ് എന്തായാലും നല്ലൊരു കാര്യമായിട്ടുണ്ട്. ഇനി മുതൽ അങ്ങനെ വീഡിയോസ് ഇടുന്നവർക്ക് മാത്രമേ മോണിറ്റൈസേഷൻ കിട്ടുള്ളൂ, അല്ലാത്തവർക്ക് മോണിറ്റൈസേഷൻ കിട്ടില്ല. അപ്പോൾ ഒന്ന് നോക്കണ്ട ഫ്രണ്ട്സ്, യൂട്യൂബിൽ ചാനലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തോ, അവരോട് പറഞ്ഞേക്ക് ഇനി മുതൽ ഫേസ് കാണിച്ച് റിയൽ ആയിട്ടുള്ള വീഡിയോ ചെയ്താൽ മാത്രമേ മോണിറ്റൈസേഷൻ കിട്ടുള്ളൂ എന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. യൂട്യൂബിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നപ്പോൾ നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണ് ഫ്രണ്ട്സ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.